അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ബട്ടർ ചിക്കൻ ഫ്രൈ ആണ്. ബട്ടർ ചിക്കൻ ആയിട്ട് നമ്മളിപ്പോൾ കൂടുതലും വിത്ത് ബോൺ പീസും കൂടി എടുത്തിട്ട് വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് നോർത്ത് ഇന്ത്യൻ മസാലയിൽ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് അതിനൊരു കോട്ടിങ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിലൊരു മേത്തി ലീവ്സും കൊറിയാണ്ടറും എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് മസാല മാരിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. 300 ഗ്രാമോളം ചിക്കനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂണോളം തൈര്, അല്പം ഉപ്പ്, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, അല്പം വെജിറ്റബിൾ ഓയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇതിലേക്ക് മേത്തി ലീവ്സ്, മല്ലിയില, കുരുമുളക് പൊടി, അല്പം ഗരം മസാല, അല്പം ജീരകത്തിൻ്റെ പൊടി, ഇത്രയാണ് നമ്മൾ ചേർക്കുന്ന മസാല. ഒരല്പം കൂടി കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്ത് ഒട്ടും മസാല ഓയിലിലേക്ക് വിട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. നമ്മൾ ഓയിൽ വളരെ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നല്ല രീതിയിൽ ചൂടായിട്ട് വന്നിട്ടുള്ള ഓയിലിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ ഇട്ട് കൊടുത്തു. അത് ഇത്തിരി കുക്കായി വരുമ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളതിനെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. 300 ഗ്രാമോളം ചിക്കനാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ അടുത്തതിൻ്റെ കോട്ടിങ് തയ്യാറാക്കാണ്. അത് നമ്മളിപ്പോൾ കടായിലാണ് തയ്യാറാക്കുന്നത്, ജസ്റ്റ് മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. നമ്മൾ പാനിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തു. അത് ചൂടായിട്ട് വരുമ്പോൾ ഒരു നുള്ള് നെയ്യ് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാദാ ജീരകവും പെരിഞ്ജീരകവും ഒരു നുള്ള് നമ്മൾ ജസ്റ്റ് ഒന്നിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അല്പം വെളുത്തുള്ളി, അല്പം വെജിറ്റബിൾ ഓയിൽ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പച്ചമുളക്, വളരെ ചെറിയ വലിപ്പത്തിലുള്ള സവാള വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. നല്ല രീതിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്യാണ്. അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ വലിപ്പത്തിലുള്ള തക്കാളിയാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. ഇതൊരു 8 മിനിറ്റോളം നമ്മൾ കുക്കായി വരുമ്പോൾ ശരിക്കും നല്ലതായിട്ട് കിട്ടും. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മൾ ആകെ ചേർക്കുന്ന മസാല. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും 1 ടേബിൾ സ്പൂണോളം തൈരും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മളിപ്പോൾ ഇതിലേക്ക് അല്പം ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ്റെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ മാഗി ക്യൂബ് ഇട്ടാലും മതി. നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താലും കറക്റ്റായിട്ട് തന്നെ കിട്ടും. ചിക്കൻ്റെ സ്റ്റോക്ക് ആകുമ്പോൾ കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങോട് കൂടി തന്നെ ഇത് വരും. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അപ്പോൾ ആ തൈരും ചിക്കൻ്റെ സ്റ്റോക്കും മസാല എല്ലാം കൂടി ചിക്കനിലേക്ക് കോട്ടിംഗ് ആയിട്ട് വരും. ഇനി ഇതിലേക്ക് മല്ലിയിലയും മേത്തി ലീവ്സും ഇട്ട് കൊടുത്തു. ഇതിലിപ്പോൾ നമ്മൾ ജസ്റ്റ് അല്പം ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതൊരു ഇതായിട്ട് തന്നെ അതിനൊരു കറക്റ്റ് മിക്സിങ് തന്നെ ഇതിന് കിട്ടും. ഒരു കറക്റ്റ് തിക്നെസ് ഇതിൽ വരുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ജീരകത്തിൻ്റെ പൊടി ഒരു നുള്ള്, ഗരം മസാല ഒരു നുള്ള് ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ ചിക്കൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. വളരെ ലൈറ്റായിട്ടുള്ള മസാല മാത്രമേ നമ്മളിതിൽ എല്ലാത്തിലും ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് നല്ല രീതിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്യാണ്. ഇപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ആയിട്ട് ചിക്കൻ വന്നു. സ്റ്റോക്കിൻ്റെയും നെയ്യിൻ്റെയും എല്ലാം കൂടി നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് നമുക്കത് കിട്ടി. മല്ലിയിലേക്ക് കൂട്ടിയിട്ടുണ്ട്. നല്ലൊരു കളർഫുള്ളായിട്ട് ലൈറ്റായിട്ട് ഇത് മാറി. അപ്പോൾ ഇതിൽ നമ്മൾ അല്പം നാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് വെച്ചിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് റെഡിയാക്കി മിക്സ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ചിക്കനാണ് ഇത്. നമ്മൾ ഓവറായിട്ട് ഒട്ടും ഡീപ്പായിട്ട് കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു ഇതാണ്. നമ്മൾ കൂടുതലും ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കറക്റ്റായിട്ട് ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ശരിക്കും തന്തൂറിൽ ടിക്ക ചെയ്യും പോലെ ഗ്രില്ല് ചെയ്തിട്ട് ചെയ്യാം. ഇത് നമ്മൾ ജസ്റ്റ് ഓയിൽ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. മറ്റേത് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. ഒരു സൈഡ് മിൻ ചട്നിയൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ഇതിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ ഒരു മേത്തി ലീവ്സിൻ്റെ ടേസ്റ്റ് കൂടുതൽ വന്നിട്ടുണ്ട്. മേത്തി ലീവ്സ് നമ്മൾ കുറച്ച് പേര് ആഡ് ചെയ്തിട്ടുണ്ട്, മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തുമ്പോൾ തന്നെ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ എല്ലാം ടേസ്റ്റ് കറക്റ്റായിട്ട് ചിക്കനിൽ പിടിച്ച് ഇപ്പോൾ നമ്മൾ അല്പം നാരങ്ങ കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് ഇതിൻ്റെ പൂർണ്ണമായ ടേസ്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യാം.